മലപ്പുറം ജില്ലയിലെ കരേക്കാട് പാടത്തേപ്പീടിക എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിമനോഹരമായിട്ടുള്ള വീട് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി ഒരു ഹോം ടൂർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വീടിന്റെ ഉടമസ്ഥരെ നമുക്കറിയില്ല, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഫുൾ ഫുട്ടേജ് ചെയ്യും. ഈ വീടിന്റെ ഉടമസ്ഥരെ നമ്മൾ പരിചയപ്പെട്ടു. അവർക്ക് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല. വീടിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറി നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വീടും കൂടിയാണെന്ന് മനസ്സിലായി. വീട് വെക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടുപഠിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ചുരുക്കം ചെയ്യാം. ട്രഡീഷണൽ രൂപത്തിൽ നമുക്ക് വീട് എങ്ങനെ പണിയാന്നുള്ളൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടാണ്. നമുക്ക് ഡയറക്റ്റ് വീടിന്റെ ഉള്ളിൽ പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാലോ. വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായി ഇവിടെ ഒരു ക്രീപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന തൊട്ട ബാക്കിൽ കാണുന്നത് വർക്ക് ഏരിയയാണ്. അപ്പോൾ വർക്ക് ഏരിയനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ്. നമ്മളെ ഡിസൈനർ വിളിച്ചിരുന്നു. ഇവിടെ നിന്നുള്ള ആ ഒരു പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഈ ഭാഗത്ത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിമിൽ ക്രീപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സിമ്പിളാണ്. ഒരു വീട് മാക്സിമം ബഡ്ജറ്റ് കുറക്കാനുള്ള മെയിൻ ടിപ്സ് ഫസ്റ്റ് കാണിച്ചത്. ഈ കാണുന്ന റൂഫ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് ആ കോൺക്രീറ്റ് ചെയ്ത പാടെ ജസ്റ്റ് ഒന്ന് അതിലൊരു കോട്ട് പെയിന്റ് അടിച്ച് അപ്പോൾ അതിന്റെ വൃത്തി നോക്കി നിങ്ങൾ, ഒരു പ്രത്യേക ലുക്ക്. അവിടുത്തെ നമുക്ക് എക്സ്പെൻസ് എത്ര കുറഞ്ഞു, പ്ലാസ്റ്റർ വേണ്ട, പെയിന്റ് വേറെ കോട്ട് വേണ്ട, അതേപോലെ വൈറ്റ് വാഷ് വേണ്ട, ജിപ്സം വേണ്ട. ഈ റൂഫ് തന്നെ ആ കോൺക്രീറ്റിന്റെ ആ സ്റ്റെപ്പ് കണ്ടില്ല, ആ സ്റ്റെപ്പ് വരെ അവിടെ നിലർത്തിയിട്ട് അതിന് ജസ്റ്റ് ഒരു കോട്ട് പെയിന്റ് അടിച്ച്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ചെറിയൊരു ഫോർ ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അപരിചിതർ ആരും വരികയാണെങ്കിൽ ഈ ഫോയറിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഫോയറിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ ആയിട്ട് കാണുന്ന ഒരു ഗ്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുക. വീടിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. പുറത്ത് നമ്മൾ റൂഫിൽ കണ്ടില്ലേ, ആ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് റൂഫ് അടിയിലും മുകളിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. റൂഫിൽ നല്ല അടിപൊളി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടല്ലോ. അതെന്ത് സംഭവം? ഇത് വേറെ സംഭവമാണല്ലോ. ഇത് ലൈറ്റ് അല്ലല്ലോ സംഭവം. കണ്ടിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. സംഭവം എനിക്ക് ഐഡിയ കിട്ടി. ഇതിന്റെ ആർക്കിടെക്റ്റിനെ അപ്പോൾ വിളിച്ചിരുന്നു. അപ്പോഴാണ് സംഭവത്തിന്റെ ഒരു ഐഡിയ മനസ്സിലായത്. എന്താ വെച്ച് കഴിഞ്ഞാല് ജാളി കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു നാച്ചുറൽ ലൈറ്റ് ആണ് ഇപ്പൊ ഈ വീട്ടിൽ മൊത്തമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇപ്പൊ ഈ വീട്ടില് ഒറ്റ സ്വിച്ച് ഇട്ടില്ല, കാരണം സീറോ എനർജി കണക്റ്റിലുള്ളത്. ഇപ്പോഴാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി ഫുള്ളി ലൈറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെൻസ് കുറക്കാനുള്ള ഒരു ടിപ്സ്. അതായത് ഈ പുരാതന വീടുണ്ടല്ലോ, പഴയ കാലത്തിൽ നമ്മളെ തറവാടൊക്കെ പൊളിച്ചിട്ട് കിട്ടുന്ന മരങ്ങളുണ്ടല്ലോ, വലിയ തടികള്, അതായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള സോഫ സെറ്റ്. ഈ കാണുന്ന ഈ വിൻഡോകൾ കംപ്ലീറ്റ് സ്റ്റീലിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഈ പുറത്ത് 360 ആയിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് വിഷ്വലാണ്, അടിപൊളി വിഷ്വലാണ്. പിന്നെ ഈ കറക്റ്റ് നിൽക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് കോർട്ട്യാർഡാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുള്ള വലിയൊരു സ്ലൈഡിങ് ഗ്ലാസ് വരുന്നത്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് കാണുന്നത് ഒരു കോർട്ട്യാർഡാണ്. ഇവിടുന്ന് കണ്ട അതേ വ്യൂ തന്നെ ആ കോർട്ട്യാർഡിലേക്ക് വിൻഡോ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭംഗി, നമ്മുടെ വീടിന്റെ പരിസരം ഫുൾ നമുക്ക് ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. അടിപൊളിയാണ് സംഭവം. ഇത് തന്നെ പഴയ ആ മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. നാച്ചുറൽ വിട്ടിട്ട് ഒരു കളി ഇവിടെ ചെയ്തിട്ടില്ല. ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ ചെയ്തിട്ടുള്ളത്. ഇത് നിലത്ത് കാണുന്നത് മരമല്ല കേട്ടോ, അത് വുഡ് ടച്ച് ഉള്ള ഒരു ടൈലാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന കട്ടില് കാണുന്നത് കംപ്ലീറ്റ് ഈ പഴയ മരം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് എത്ര കാലം അങ്ങനെ ഉണ്ടായാലും ചെതൽ പിടിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഹെവി വെയിറ്റ് ആയിരിക്കും, ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും. ഈ റൂമിൽ ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സൂര്യപ്രകാശം ഈ ചെറിയ 2 വിൻഡോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സൂര്യപ്രകാശം ഒരിക്കലും ഫേസിലേക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല, കാരണം ആ സൂര്യപ്രകാശം പാസ് ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. അതുകൊണ്ട് സ്ലീപ്പിംഗ് നമുക്ക് ബാധിക്കില്ല. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്ന സമയത്ത് വലിയൊരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് മഴ പെയ്തിന് ആസ്വദിച്ചിട്ട് ഇതിലിങ്ങനെ കിടന്നുറങ്ങും ചെയ്യാം. ഈ വുഡിനോട് തന്നെ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. ചെറിയ 2 വിൻഡോ ഉണ്ട്, ഇവിടെ വലിയൊരു വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ റൂഫ് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട റൂഫാണ്. ഈ കാര്യത്തിൽ എക്സ്പെൻസ് 100% നമുക്ക് കുറക്കാം. റൂഫ് ഇങ്ങനെ ചെയ്തിട്ടും ഈ വീടിന്റെ ഇന്റീരിയറിനെ ബാധിക്കുന്ന യാതൊരുവിധ നെഗറ്റീവ് വരേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വൈറ്റ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇത് മിററിൽ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഹാളിലുള്ള ഈ ടേബിൾ കാണുന്നുണ്ടല്ലോ, പഴയ വുഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയുള്ള ഡൈനിങ് ടേബിൾ ആണ്.
എത്രമാത്രം സ്ട്രെങ്ത് ആണ് പറയുന്നത്, ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം. 5 ചെയറും അതുപോലെ തന്നെ ഒരു ബെഞ്ചുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബെഞ്ചിൽ തന്നെ ഒരു 3-4 പേർക്ക് ഒരുമിച്ചിരിക്കും ചെയ്യാം. ടോട്ടൽ ഒരു 8-9 ആൾക്കാർക്ക് ഇതിൽ സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഈ വീട് ഇത്രയും നേരം കറങ്ങി നടന്നിട്ട് നമുക്ക് ഒരു ഏരിയ പോലും വേസ്റ്റേജ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഏരിയയും കംപ്ലീറ്റ് യൂസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട്. കിച്ചണിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് വിനിഷ് കർട്ടൻ ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്നിടത്തോളം ലൈറ്റ് നല്ല പാസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിന്റെ ആവശ്യം വെച്ചാൽ കറണ്ട് ഉപയോഗിക്കാതെ തന്നെ ഉച്ച സമയത്ത് പോലും ഈ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം ധാരാളം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഫുൾ വെളിച്ചമായി, അടിപൊളി. അപ്പൊ ഈ കിച്ചൺ തോന്നുന്നത് മോഡുലർ കിച്ചണെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ബാസ് ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മിറർ ഉണ്ട്, അതിന് പുറമെ ഒരു ലൈറ്റ് കാണിക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ വെളിച്ചമായി, അടിപൊളി. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, അവിടേക്ക് നമ്മൾ കയറുന്നില്ല കേട്ടോ. അവിടെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയ ചെയ്യുന്നത്. കിച്ചനോട് ചാരിക്കാണ്ട് തന്നെ നേരെ മുമ്പിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് എത്ര ലൈറ്റ് കിട്ടും നോക്കട്ടെ. കർട്ടനൊക്കെ ഒന്ന് പൊതിച്ച് നോക്കിയാലേ നമ്മൾ നേരത്തെ കണ്ട റൂമിന്റെ വരികയാണ് വലിയൊരു വിൻഡോ ഉണ്ട്. ഇവിടെ 2 വിൻഡോ വേറെ ഉണ്ട്, ഇത് നമ്മൾ തുറക്കുന്നില്ല. ഇനി ലൈറ്റ് ഇട്ടിട്ട് നോക്കാം. അടിപൊളി, നമ്മൾ അതേപോലെ തന്നെ റൂം തന്നെയാണ്. ഇതിൽ അറ്റാച്ച് ബാത്റൂം ഇതിലുണ്ട്, കണ്ട അതേപോലെ തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ ഒരേ തീമിൽ ഒരു വേസ്റ്റേജും ഇല്ലാതെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയർ കേസ് വരുന്നത് പഴയ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടികളാട്ടോ. പഴയ മരത്തിന് ഭയങ്കര സ്ട്രോങ്, നല്ല കാതിലുണ്ടാവും. ഇതൊന്നും അങ്ങനത്തെ മരങ്ങൾ കിട്ടാനില്ല, നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. ചെയർ കേസ് നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ വെളിച്ചം കാണുന്നുണ്ട്. ഇതൊക്കെ നാച്ചുറൽ വെന്റിലേഷൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നാച്ചുറൽ വെളിച്ചം. സാധാരണ സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ലാൻഡ് സ്പേസ് ഒരു കാര്യത്തിന് നമ്മൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാറില്ല, നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാറാണ് പതിവ്. എങ്കിൽ ഈ വീടിന്റെ ആർക്കിടെക്ട് ചെയ്തിട്ടുള്ള നല്ലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ലാൻഡിംഗ് സ്പേസ് പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ കാണുന്ന ഭാഗത്ത് നിന്ന് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ, കാരണം സ്റ്റഡി ഏരിയ. അതിന് പുറമെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അയൺ ചെയ്യണമെങ്കിലൊക്കെയുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ടേബിളും അങ്ങനെ ഒരു കൺസെപ്റ്റിലും ചെയ്യട്ടെ. അയൺ ബോക്സ് ഉണ്ട്, അതും നല്ലൊരു കൺസെപ്റ്റാണ്. കാണുന്ന ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്യാമറിന്റെ ഒരു ആവശ്യമില്ല. അതിന് പുറമെ 2 സ്റ്റെയർ കേസ് കാണുന്നുണ്ട്. ഇങ്ങോട്ട് സ്റ്റെയർ കേസ്, ഇവിടെ സ്റ്റെയർ കേസ്. ഇവിടെ എന്താണ് റൂമാണ് തോന്നുന്നു, പോയി നോക്കാം. റൂമാണ്, ഇവിടെയും തന്നെ നല്ലൊരു സ്പേസ് ആയിട്ടുള്ള റൂമുണ്ട്. ലൈറ്റ് ഒന്ന് ഇട്ടോട്ടെ. റൂം കയറി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഒരു സ്പേസ് ആയിട്ടുള്ള ബെഡ്, അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വിൻഡോ ഉണ്ട്. നല്ല ഓപ്പൺ ആട്ടോ, നല്ല തണുപ്പ്, നല്ല എയർ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിന് പുറമെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒരു അടിപൊളി ബാൽക്കണി. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു ഫാമിലി 1-2 പേർക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു വെളിച്ചം കാണുന്നുണ്ട്, എന്താ സംഭവം നോക്കട്ടെ. സംഭവം ഒന്നുമല്ല, ട്യൂബ് കൺസീൽഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ട്യൂബ് നമുക്ക് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യില്ല, പക്ഷെ ആ വെളിച്ചം നല്ല ഷാർപ്പായിട്ട് പുറത്തേക്ക് നല്ല പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്യൂബ് കാണൂല. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്പേസ് മാക്സിമം കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ, അതുപോലെ തന്നെ ഒരു സ്വിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ബീൻ ബാഗ് ഉണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്ന ജാളിന്റെ ഉള്ളിൽ കൂടെ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ വായു പാസ് ചെയ്യുന്ന ഒരു നല്ലൊരു കൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. റൂഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ജാളിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടാണ്. അതാണ് ആ യെല്ലോ ലൈറ്റ്, നല്ലൊരു ഒറിജിനൽ ലൈറ്റ് ഫീൽ. താഴോട്ട് മൊത്തം ഈ ലൈറ്റ് ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള ടിപ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ജാളിയിലൂടെ കിട്ടുന്ന ഈ നാച്ചുറൽ വായു ഉണ്ടല്ലോ, ഈ വീടിന്റെ താഴോട്ട്, അതായത് വീട് ടോട്ടലി കണക്റ്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ താഴെയുള്ള ലിവിങ് സ്പേസ്, ഡൈനിങ് ഹാള് ടോട്ടലായിട്ട് ഇത് വായു പാസിംഗ് ഏരിയ ആയിട്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് താഴോട്ടും വ്യൂസ് കിട്ടും, അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടും, അതുപോലെ തന്നെ ടോട്ടലായിട്ട് ഒരു വ്യൂസും അതുപോലെ തന്നെ വായു സഞ്ചാരമൊക്കെ ടോട്ടലി കണക്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടും കൂടിയാണിത്. ഈ ഭാഗത്ത് 2 ഡോർ കാണുന്നുണ്ട്, രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഇത് നമ്മൾ തുറന്ന് വന്നു കഴിഞ്ഞാല് ഇവിടെ ഈ ചുമര് കാണുന്നത് നാച്ചുറൽ ആയിട്ട് ചെയ്തട്ടെ, ജസ്റ്റ് ഒരു കോട്ട് പെയിന്റ് മാത്രമല്ല. അതായത് പടുത്ത പാടെ ആ സിമെന്റ് കാണുന്നുണ്ടല്ലോ, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ചുമന്ന കളറുള്ള പെയിന്റ് അടിച്ചിട്ടുള്ളൂ. ക്ലൈമക്കൊന്നും വെള്ളം തട്ടാതിരിക്കാനുള്ള വലിയൊരു സൺഷെയ്ഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കംപ്ലീറ്റ് ഈ ടെറസിലാണ് വീഴുക. ഇത് ഒരു ബെഡ്റൂമാണ്. താഴെ ഉള്ളതുപോലെ തന്നെ ടോട്ടലി ഈ വീടിന് 4 ബെഡ്റൂം ഉണ്ട്. ഇതിന്റെ ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ, ഇതൊക്കെ ഒരു നാച്ചുറൽ കൂകയാണിത്. ലാത്തി കൂക അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മതില് കണ്ടില്ല, ഇവിടെ കുറച്ച് ഗ്രില്ല് കമ്പി ഉപയോഗിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്.
സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡിൻ്റെ പുറം വശമാണിത്. സിമ്പിളായിട്ടുള്ള ചെടികളെ വളർത്തിയിട്ടുള്ള സിമ്പിൾ ബ്യൂട്ടീസ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. വീടിൻ്റെ ഈ പുറത്ത് ചുമര കണ്ടില്ലേ, ഇവിടെ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. ആവശ്യമായിട്ടുള്ള ഭാഗം മാത്രമാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റർ ഇട്ടിട്ട് പൊട്ടി ചെയ്തിട്ടുള്ള പെയിന്റ് അടിച്ചിട്ടുള്ളത്. കുറഞ്ഞ ഏരിയ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് നാച്ചുറൽ. ആ പടുത്ത ഭാരത്ത് തന്നെ അതിന് ജസ്റ്റ് പെയിന്റ് ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ. ഈ സൺസൈഡാണ് നമ്മൾ നേരത്തെ കണ്ടുള്ള ബാൽക്കണി. അപ്പോൾ എത്രത്തോളം യൂസ്ഫുൾ ആയി, ആ സൺസൈഡ് ആ രൂപത്തിൽ അങ്ങ് നിന്ന് ചെയ്തു മോഹിനിയായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു. സുഹൃത്തുക്കളെ, എന്നെ ഈ വീട്ടിൽ വന്നിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് പുറമെന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 60-65 ലക്ഷത്തിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് കരുതി പോകും. പക്ഷേ ഈ വീടിനാകെ വന്നുള്ള കോസ്റ്റ് വെച്ചാൽ 40 ലക്ഷത്തിനാണ് ഈ വീടിൻ്റെ ഫുള്ള് എക്സ്റ്റീരിയൽ ഇന്റീരിയൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീടിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കിടെക്റ്റിനെ നമ്മൾ വിളിച്ചിരുന്നു. ആർക്കിടെക്ട് വരുന്നത് നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നമ്മളെ ലാൻഡ്സ്കേപ്പ് നോക്കിയിട്ടുള്ള ആ ഒരു തീം വെച്ചിട്ട് അവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഏത് ലൊക്കേഷനിലും വന്ന് വർക്ക് ചെയ്ത് കൊടുക്കും. ഈ വീടിൻ്റെ ഉടമസ്ഥൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റിന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ വീട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് വിളിക്കുക, ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീട് സംബന്ധമായിട്ടും ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻ സംബന്ധമായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ ഷിഹാബ്. ബൈ.